തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വീഴ്ച സംബന്ധിച്ച ഡോക്ടർ രാജീവ് കുമാർ രോഗിയുടെ ബന്ധുവുമായി സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ 24-ന് കിട്ടി. കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിലാണ് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ കുടുങ്ങിപ്പോയത്. ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം അത് വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇട്ടത്. നമ്മള് പെട്ട് നിൽക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് എടുക്കാൻ പറ്റും, പക്ഷെ അത് ബുദ്ധിമുട്ടാവൂലേ? അല്ല, എടുക്കാൻ പറ്റുമെന്ന് വെച്ചാല് പണ്ടൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് അത് ഇത് അപകടമില്ലാത്തൊരു സ്ഥലത്തും സ്റ്റേബിളായിട്ട സ്ഥലത്തുമാണെങ്കിൽ വെറുതെ വിട്ടാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാനിതിപ്പോ ഒരാഴ്ച മുമ്പാണ് അറിഞ്ഞത്. അപ്പൊ ഞാൻ സുഖമില്ലായിരുന്നു, അതിനെ വിളിക്കാത്തത്. നേരത്തെ അറിഞ്ഞില്ല, നമ്മൾ നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. കഴിഞ്ഞപ്പോഴാണ് ഞാൻ എക്സ്റേ തന്നെ കാണിച്ചപ്പോ ഞാൻ സാധാരണ അനസ്തേഷ്യയിലെ ഈ IV ലൈൻ സെൻട്രൽ ലൈനായിട്ട് ഇടുന്നത് അവരുടെ റെക്കോർഡ്സ് അങ്ങനെ ഒരു വ്യക്തമായിട്ട് കാണുന്നില്ല. തുടയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതിട്ടായിട്ട് ഇടണം. പക്ഷെ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ്. ഒന്നുകിൽ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? ഡോക്ടേഴ്സിനാണോ എല്ലാവർക്കും പ്രശ്നം? എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെക്ക് ചെയ്ത് എവിടുന്നാണ് പറ്റിയെന്ന് ഇത് നോക്കി എല്ലാ സാധനം നോക്കിയിട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചാൽ ആരാണ് ചെയ്തത് അവരാണ് കുറ്റക്കാരൻ. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ ഇതോട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഞാനല്ല ചെയ്തത്. കാരണം നമ്മൾ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം, നമ്മൾ ചെയ്യുന്ന സാധനമേ അല്ല. ബന്ധമില്ല. എനിക്ക് സത്യമായി എനിക്ക് ബന്ധമൊന്നുമില്ല. എന്റെ യൂണിറ്റിലായിരുന്നു ഡ്യൂട്ടി ഉള്ളതാണ് ഇട്ടത്.